ഹലോ ഗൈസ്, നമുക്ക് ചീത്തവിളി കേട്ടു. നമുക്കതുകൊണ്ട് ഹലോ. നമ്മളെ ഇന്ന് വെക്കേഷനായിട്ട് പുതിയ ഒരു ഏർപ്പാട് കൊണ്ട് വന്നേക്കാണ്. എന്താണ്? കലം ചട്ടിയോ? നമ്മളൊരു കട പണിയാൻ പോവുകയാണ്. കടയെന്ന് വെച്ചാൽ നമ്മൾ തട്ടിക്കൂട്ടി ഒരു കുഞ്ഞൊരു കട പോലത്തെ. എന്താണ്, നമ്മൾ ബിരിയാണി തിന്ന് കഴിഞ്ഞുള്ള ചട്ടിയും പിന്നെ എന്തൊക്കെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചുമ്മാ ഷീറ്റൊക്കെ വിരിച്ച് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം നോക്കിയിട്ട് നമുക്ക് കട വെക്കണം. എവിടെ സ്ഥലം നോക്കാം? കമോ. നമുക്ക് എവിടെയാണ് ഈ കട വെക്കുന്നതെന്നൊന്നും അറിയത്തില്ല, നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. കമോ. ഇവിടെ വെക്കണം. ഇവിടെ ഒന്നും സ്ഥലമില്ല. ഇവിടെ എല്ലാം വെയിലാണ്. വെയിലല്ലേ കാട്? ഇവിടെ എല്ലാം കണ്ടു വെയിലാണ്. വെയിലും കാടും. വല്ല പാമ്പ് വന്ന് കടിച്ചാലും അറിയത്തില്ല. ചന്തി വല്ലതും വന്ന് കടിച്ചാലും. ഇവിടെ എല്ലാം ഒരു ഇതില്ല. ഇല്ല, വീടിൻ്റെ മുകളിൽ. കമോ, നമുക്ക് വീടിൻ്റെ മുകളിലാക്കാം. അതെ, പക്ഷേ നല്ലൊരു പ്ലേസ് ഞങ്ങൾക്ക് അറിയാം. ഇനി നമ്മൾ വീടിൻ്റെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാം തുണിയെല്ലാം വെച്ചിട്ടേക്ക് പോകണം. നല്ലൊരു സ്ഥലം ഇവിടെ ഇല്ല. ഫ്രണ്ടിൽ വെച്ചാലോ? ഫ്രണ്ടിൽ നാട്ടുകാർ നമ്മളെ ഓടിക്കും, അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്നില്ല. നമുക്ക് ഇവിടെ പൈപ്പ് പോയിട്ടുണ്ട്. വേണ്ട അതും പറഞ്ഞ ഇത് ആണ് എൻ്റെ കൂട്ടുകാരിയാണ്. എൻ്റെ അപ്പുറത്തെ വീട്ടിൽ അവളുടെ വീടാണ്. ദോ ആ കാണുന്ന വീട്, ഇതാണ് അവളുടെ വീട്. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. ഇവിടെ പക്ഷേ വെയിലാണ് ഗൈസ്, വെയിലാണ്. ഇവിടെ ഭയങ്കര വെയിലാണ്. അവിടെ പേരുകൊണ്ട് വിരുന്നുകാർ. നമുക്ക് ഇവിടെ ഒരു ചരി നമുക്ക് വട്ടാം. നമുക്ക് തിരിച്ച് പോകാം. നമ്മൾ തോറ്റു കൊടുത്തിരിക്കുകയാണ്. അയ്യോ, കമോ. ഇനി നമുക്ക് വേറൊരു സ്ഥലം കണ്ടുപിടിക്കും. അത്യാവശ്യമാണ്. ഇവിടെയൊക്കെ ഇവിടെയോ? അയ്യോ, ഇവിടെ സ്ഥലം. ഹലോ, ഞങ്ങൾ വീണ്ടും വീടിൻ്റെ മണ്ടിലോട്ട് തിരിച്ചു കയറാൻ ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ നമ്മൾ വീടിൻ്റെ മണ്ടിലോട്ട് പോകാം. ഹലോ, നമ്മളിവിടെ നിറച്ച് സ്ഥലമുണ്ട്. പക്ഷേ വെയിലാണ് പ്രശ്നം. നിറച്ച് വെയിലാണ്. പോയിട്ട് ഇപ്പോൾ വരണേ. അവളുടെ വീട്ടിലോട്ട് വന്ന് പോയിട്ടുണ്ട്. എന്തിനാണെന്നും അറിയത്തില്ല. പക്ഷേ നമുക്ക് ഇത് ആണ് വേറൊരു കാര്യം നമുക്ക് പരിചയപ്പെട്ടു. ഇതാണ് നമ്മുടെ റംബൂട്ടാൻ. ഇതും കൂടെ നമ്മളെ കണിക്കൊന്ന ചതിച്ച പോലെ ചതിക്കാൻ പാടില്ല. പക്ഷേ എല്ലാ പ്രാവശ്യം ഇത് നല്ലപോലെ പഴിക്കുന്നുണ്ടോ, നിറച്ച് പൂത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൈയെത്തി പറിക്കാവുന്നതേ ഉള്ളൂ. ഇതുണ്ടോ? പക്ഷെ നല്ല വെയിലാട്ടോ, നല്ല വെയിലുണ്ട്. അതാണ് ഞങ്ങളിവിടെ കട വെക്കാൻ മടിക്കുന്നത്. പക്ഷെ ഇത് നല്ലൊരു വ്യൂ ആണ്. ഇവിടെ വെച്ചാലോ എന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ? ഈ മരത്തിൻ്റെ തണലിലൊരു വെയിൽ. അവൾ വന്നിട്ട് നമുക്ക് അടുത്ത കാണിക്കാം. ദേ വരും ഗൈസ്. എവിടെ പോയതാ ഇത്? ഒന്ന് പെട്ടെന്ന് ഇരിപ്പിനൊടുവിൽ പുള്ളി ഇതാ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചിരുന്നു. എവിടാണ്? പൈപ്പ് എന്നെ ചതിച്ചു ഗൈസ്. പന്ന പൈപ്പ്. ഇതുണ്ടോ? പന്ന പൈപ്പ്. ഈ പൈപ്പിൽ ഞാൻ വന്ന് ഇങ്ങനെ സ്ലിപ്പായി വീണ്ടും വീണനെ. സ്ലിപ്പായിട്ട് ഞാൻ വീഴാൻ പോയി. ഇങ്ങനെ നമ്മൾ നല്ല തണലുള്ള സ്ഥലത്ത് ഉണ്ടോ? നല്ല 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 വൈബുള്ള സ്ഥലത്ത് നമ്മൾ എത്തി. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ബെഡ്ഷീറ്റല്ല, എന്തെങ്കിലും ഒരു സാധനമൊക്കെ വിരിച്ച് ഇല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുമ്പോൾ ഈ കരിയില കൊള്ളും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സ്ഥലത്തിടാൻ വേണ്ടി ഇറങ്ങി വരൂ വേഗം. ആരാണ്ട് ഉണ്ട് ഗൈസ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി എന്ത് ചെയ്യണം? അവിടെ കൊണ്ട് വിരിക്കണം. വിരിച്ചിട്ട് നമുക്ക് ഇതെല്ലാം പറിച്ചു വിടണം. അവിടെ പൊളിക്കുന്നുണ്ട്, ഇടിച്ച് പറിക്കുന്നുണ്ട്. എന്നെ കൂടെ ക്യാമറ കൊണ്ടുപോകാം. ബാക്ക് ക്യാമറ. അങ്ങനെ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കമോ, എവിടെ പിടിക്കുന്നത് തന്നെ കാണിക്കും. ഇതാണ് നമ്മുടെ സ്ഥലം. ക്യാമറ എടുക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്ന സ്ഥലം കണ്ടോ? ഇവിടെ നല്ല മഴത്തിൻ്റെ തണലും തേങ്ങ അടുത്തും റംബുട്ടാനും എല്ലാം ഇവിടെ ഉണ്ട്. നല്ല വൈബാണ്. ഈ സാധനം എല്ലാം ഇവിടെ വിരിക്കാം. തിരിച്ചിടും. എന്തൊക്കെയോ ഇടയ്ക്ക്
എന്തൊക്കെയോ കരിയില മാറ്റിയില്ല. സെറ്റ് ആവുന്നില്ല. പൊടിക്കാത്തല്ലേ കറി ചെയ്യുന്നത്? കുഴപ്പമില്ല ഗൈസ്. ശരി, ഇവിടെ നമ്മൾ ചീറ്റി വെച്ചു. നമുക്കിവിടെ ചാടി ചേരി പൂരിട്ട് കയറി നമുക്കിനി ഇവിടെ ഇരിക്കാം ഗൈസ്. പൊടിയൊന്നുമില്ല, പൊടിയൊന്നും കുഴപ്പമില്ല, ഒന്നും പോയില്ല, ഒന്നും കുഴപ്പമില്ല. ഇവിടെ ഇല്ല. അത്യാവശ്യം നല്ല ചൂടുണ്ട് ഗൈസ്. ഇതുണ്ട്, ഞാൻ വേറെ തൊഴുക. ഓഹോ, നമുക്ക് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാം. അയ്യോ, നമ്മളിവിടെ റെസ്റ്റ് എടുക്കായിരുന്നു ഗൈസ്. ഇവിടെ ഇരിക്കരുത്, ഇവിടെ പൈപ്പുള്ളത്. ഇവിടെ പൈപ്പിൻ്റെ കണക്ഷൻ പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് അവിടെ ചവിട്ടരുത്, ആൾ കയറി ചവിട്ടുന്നു. അവിടെ ഇരി. അയ്യോ, ആ ചീരയിലെങ്ങതാ ചീരയില. അത് തന്നെയാ നമുക്ക്. ഇതാണ് നമുക്ക് ചീരയില. കണ്ടോ ചീരയില. അപ്പോൾ നമുക്കുള്ള ചീരയിലൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഗ്യാസൂറ്റി അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി എന്താ അനക്കം ഇല്ല. ഇനി നമ്മുടെ തൊട്ട് മണ്ടയിലേക്കല്ലേ കുറേ ഇല, അതൊക്കെ പറിച്ചെടുക്കാം. ഇത് ഓലയല്ലേ ഇത്, ഈ ഇലകളെല്ലാം നമുക്ക് പറിച്ചെടുക്കാം. വേണ്ട, റംബൂട്ടാൻ പറിക്കണ്ട. ആകെയുള്ള അതും കൂടെ ഉള്ളു. അതും കൂടെ പോയി കിട്ടിയാൽ പിന്നെ തീർന്നു. തറ കിടക്കുന്ന റംബൂട്ടാൻ. അതുകൊണ്ട് അതായത് നമുക്കിനി കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫ്രൂട്ട്സും എല്ലാം നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഗൈസ്, അതാണ് നമ്മുടെ ദേവുൻ്റെ അമ്മ. എന്തിയേ ദോണ്ട അവിടെ ഇത് ഗ്രാനിയാണ്. നമ്മുടെ ഗ്രാനി. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാനീനെ കാണാം. ദോണ്ട് അവിടെ ഗ്രാനി ഇപ്പോൾ ഉണ്ട്. അതെ, കാര്യമായിട്ട് എന്തോ ചെയ്യുകയാണ്. ഹലോ ഗ്രാനി. കാണിക്കേ. ഹലോ ഗൈസ്, നമുക്ക് ചീത്തവിളി കേൾക്കും. നമുക്ക് അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാം. നമുക്ക് അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് പോയാൽ ഇപ്പം എല്ലാവർക്കും ചീത്തവിളി കേൾക്കും. അതെ, എന്ത് ചെയ്യാൻ? അത് സ്വാഭാവികം അല്ലേ? എല്ലാവരും പച്ചച്ചന്തിയോ അത് സ്പെഷ്യൽ ഭ്രാന്താണ് ഗൈസ്. നമുക്ക് അതുകൊണ്ട് ഇവിടെ തന്നെ ഉള്ളതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. ഞങ്ങളുടെ കൊറിയറിൻ്റെ വരെ കവർ ഇവിടെ ഇതിൽ കെട്ടി തൂക്കിയിട്ടേക്കുന്നു. ഇതുണ്ടോ? ഇത് ഞങ്ങൾ ഇവിടെ എന്താ ഇങ്ങനെ കളറിൻ്റെ ഈ ഇതെല്ലാം കെട്ടിയിട്ടേക്കുന്നതെന്ന് വിചാരിച്ചാൽ ഈ കണ്ണൂട്ടായിരിക്കാൻ അല്ല. അതൊരു കാര്യമാണ്. പിന്നെ ഈ വവ്വാലെ പേടിച്ചാണ് ഇതിട്ടേക്കുന്നത്. ഇത് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എന്തോ വവ്വാൽ എന്തോ അട്രാക്ട് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കും. അതുകൊണ്ടാണ് ഈ കളർഫുൾ സാധനങ്ങൾ ഇടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേയുടെ ബാക്കി ഇരുന്ന് തോരണമായിരുന്നു തൂക്കിയിട്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കോമാത്തരം കാണിച്ചുകൊണ്ട് ഇഷ്ടം പോലെ ഞങ്ങൾക്ക് റംബൂട്ടാൻ കിട്ടി. ഇല്ല, ആ പന്ന കാണിക്കുന്ന പോലെ ഞങ്ങളെ ചതിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കുറേ നേരം ഇല്ല പറഞ്ഞിട്ട് നമുക്ക് അതുകൊണ്ട് ഇതെല്ലാം പറിക്കാം. അപ്പോൾ നമുക്ക് അതെ അത്യാവശ്യം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് വെള്ളം കുടിച്ച് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഞങ്ങൾ വരാം. പക്ഷേ ഇന്ന് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യത്തേ ഉള്ളൂ. നാളെ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? അല്ല, നാളെ ഇതൊക്കെ പാചകം ചെയ്യും. ഇന്ന് പാചകം ചെയ്തില്ല. ഇതെല്ലാം നമ്മൾ അതുപോലെ ഈ വിഷുക്കണി വെച്ചിട്ട് അടുത്ത ദിവസം അല്ലേ വിഷുക്കണി ചെയ്യും. നാളെ വന്നാലും ഞാൻ ഉറപ്പായിട്ടും ദൈവനെ വിളിച്ചിരിക്കും. അതെ, അപ്പോൾ നമുക്കിതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട്. ഒരു പാത്രം കൂടെ കിട്ടിയാൽ അത്രയും നല്ലത്. പക്ഷേ നമുക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും വേണം. അപ്പോൾ അതെ, ബ്രേക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ അതെ, നമ്മൾ കൂടുതൽ സാധനങ്ങളൊക്കെ ഇവിടെ പറക്കി വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ ബാക്കി നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു. ബൈ. സൈനിങ് ഓഫ്.